ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു പ്രഭാതം കൂടെ ദാനമായി നൽകിയ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം 1 കൊരിന്ത്യർ 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായം 14 വാക്യം. സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാർ ആയിരുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിലൂടെ ദൈവം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ആദിമസഭയിൽ ചെയ്തുകൊണ്ടേയിരുന്നു. പൗലോസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മേലങ്കിയും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുചെന്ന് ഇട്ടപ്പോൾ സൗഖ്യമായ അനുഭവങ്ങളും അന്ന് ഉണ്ടായി. അങ്ങനെ ദൈവഹിത പ്രകാരം പൗലോസ് പല അത്ഭുതങ്ങളും ദൈവരാജ്യത്തിൻ്റെ അടയാളമായി ചെയ്തിരുന്നതിനാൽ പൗലോസിനെയും ഒരു മന്ത്രവാദിയായി അവിടുത്തെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. ഈ സാഹചര്യങ്ങളെ ദൈവകൃപയാൽ നേരിടുകയും സാത്താന്യ ശക്തികളുടെ മേൽ വിജയം സമ്പാദിക്കുകയും ചെയ്യുവാൻ പൗലോസിന് കഴിഞ്ഞു. അങ്ങനെ എഫെസോസിലെ അനേകർ മന്ത്രവാദവും ആഭിചാരവും ഉപേക്ഷിച്ച് ക്രിസ്തുവിലൂടെ ലഭ്യമായ പുതുജീവൻ അനുഭവിക്കുവാൻ ഇടയായി. ഈ സ്ഥലത്ത് അഥവാ എഫെസോസിലുണ്ടായിരുന്ന ഒരു യഹൂദ മഹാപുരോഹിതനായിരുന്നു സ്കേവ. മഹാപുരോഹിതനായ സ്കേവായെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവരുടെ ജീവിതത്തിൽ നിന്നും പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ക്രിസ്തുവിനെ കൂടാതെയുള്ളതൊന്നും നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മഹാപുരോഹിതനായിരുന്ന സ്കേവായ്ക്ക് 7 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ 7 പേരും മന്ത്രവാദത്തെ സ്വീകരിച്ചിരുന്നവരും ആയിരുന്നു. ഇവർ എഫെസോസിലെത്തി യേശുവിൻ്റെ നാമം ചൊല്ലി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളായിരുന്നു പ്രധാനമായും അവരുടെ വരുമാന സ്രോതസ്. എന്നാൽ യേശുവിൻ്റെ നാമം ഇത്തരത്തിൽ ആദായ മാർഗമായി ഉപയോഗിക്കുന്നതിനെ വിശുദ്ധ പൗലോസ് ശക്തമായി എതിർക്കുകയുണ്ടായി. തങ്ങളിലുള്ള ക്രിസ്തുവിൻ്റെ രക്ഷണീയ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നവർക്കാണ് ദൈവവിഷയമായി സമ്പന്നരാകുവാൻ സാധിക്കുന്നത് എന്ന് പൗലോസ് അവരെ പഠിപ്പിച്ചു. അതിനാൽ ക്രിസ്തുവിനെ കൂടാതെയുള്ളതൊന്നും ജീവിതത്തിൽ നിലനിൽക്കില്ല എന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ സ്കേവായുടെ പുത്രന്മാർക്ക് സംഭവിച്ച പരാജയത്തിലൂടെ ക്രിസ്തുവിനെ കൂടാതെയുള്ള ദൈവരാജ്യ നിർമ്മിതികൾ ശാശ്വതമല്ലെന്ന് എഫെസോസിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. രണ്ടാമതായിട്ട്, ആത്മീയ അധികാരം നൽകുന്നത് ദൈവമാണ് എന്ന് അവർ മനസ്സിലാക്കി. മന്ത്രവാദത്തെ സ്വീകരിച്ചിരുന്ന സ്കേവായുടെ പുത്രന്മാർ ഭൂതങ്ങളെ പുറത്താക്കുവാൻ യേശുവിൻ്റെ നാമത്തിന് കഴിയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ നാമം കൂടെ തങ്ങളുടെ പ്രവർത്തനങ്ങളോട് അവർ ചേർത്ത് വയ്ക്കുവാനായിട്ട് ഇടയായി. എന്നാൽ ആത്യന്തികമായി ഇവർക്ക് ലഭിച്ച പരാജയം എഫെസോസിലെ ജനങ്ങളുടെ മാനസാന്തരത്തിന് മുഖാന്തരമായിട്ട് തീരുന്നു. മന്ത്രവാദത്തിൻ്റെ വലിയ വില വരുന്ന പുസ്തകങ്ങളെല്ലാം അവർ കത്തിച്ചു കളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ വിലയേക്കാൾ ക്രിസ്തുവിലൂടെ ലഭിച്ച സമ്പന്നതയുടെ വില അവർ മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, തങ്ങൾക്ക് കേട് സംഭവിക്കുന്ന സമ്പാദ്യങ്ങൾ അവർ സൂക്ഷിച്ചു വയ്ക്കുവാനായിട്ട് തയ്യാറായില്ല. ഈ മാനസാന്തര വർത്തമാനം അറിഞ്ഞവരിൽ കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാനായിട്ട് ഇടയായി. വിശ്വസിച്ചവർ അനേകർ വന്ന് കർത്താവിൻ്റെ വചനം ശക്തിയോടെ പ്രബലപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഈ ഒരു സംഭവത്തിലൂടെ ആത്മീയമായ അധികാരം നൽകുന്നത് ദൈവമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുവാനായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും വിശ്വാസത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. പലപ്പോഴും ദൈവത്തെ അന്വേഷിച്ച് പലയിടങ്ങളിൽ നമ്മൾ സഞ്ചരിക്കാറുള്ളവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിനെ കൂടാതെയുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല എന്നതാണ്. മാത്രമല്ല, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ആത്മീയമായ അധികാരം നൽകുവാനായിട്ട് സാധിക്കുന്നത് ജീവനുള്ള ദൈവത്തിന് മാത്രമാണ്. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ക്രിസ്തുവിനെ കൂടാതെയുള്ളതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കില്ല എന്ന ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സാത്താന്യ ശക്തികൾക്ക് അടിമപ്പെടാതെ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് തുടർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.